ഹായ് ശ്യാം, ആരെങ്കിലും സുപ്രീമാറ്റിക്കല്. അപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം ഇന്നലത്തെ വാർത്ത നമ്മളെല്ലാവരും കണ്ടു. ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് ഈ വാർത്ത കാണുന്നത്. കൊച്ചിയിലുള്ള ഒരു ഫ്ലാറ്റിൽ 5000 ആൾക്കാർ താമസിക്കുന്ന ഒരു ഫ്ലാറ്റിൽ കോളിഫോം ബാക്ടീരിയയുടെ വെള്ളത്തിൽ അതിന്റെ സാന്നിധ്യം അല്ലാതെ കൂടിയിട്ട് അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി, കുറേ പേര് ഹോസ്പിറ്റലാണെന്നൊക്കെ പറഞ്ഞ ഒരു വാർത്ത ഇന്നലെ ഞാൻ ഉച്ചയ്ക്ക് കാണാനിടയായി. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം, അപ്പം ഞാനിത് കുറേ നാളായി പറയുന്നു, നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ pH വാല്യൂ വളരെ കുറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം അല്ലാതെ കൂടിയിരിക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ പറയുമ്പോൾ നമ്മൾ വെള്ളം പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് അറിയാൻ കഴിയൂ. അപ്പോൾ വെള്ളം ടെസ്റ്റ് നടത്തുന്ന ഒരു ക്യാമ്പയിൻ തന്നെ സംഘടിപ്പിക്കാനാണ് ഞങ്ങളുടെ ആലിംഗൽ സുപ്രീമിന്റെ തീരുമാനം. അപ്പോൾ അതിനകത്ത് വെള്ളം പരിശോധിച്ചു, നമുക്കിപ്പോൾ ബാക്ടീരിയ ആണ്, കോളിഫോം ബാക്ടീരിയ അല്ലെങ്കിൽ pH കുറവ് എന്താണെന്ന് വെച്ചാൽ കിണറ്റിൽ ട്രീറ്റ്മെന്റ് ആണെങ്കിൽ അങ്ങനെ, അതല്ല വാട്ടർ പ്യൂരിഫിക്കേഷൻ ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ, എന്താണെങ്കിലും അതിനുള്ള സൊല്യൂഷനും കൂടി ഞങ്ങൾ തരും. അപ്പോൾ വെള്ളം പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഒരു 10-14 പാരാമീറ്റേഴ്സ്, കോളിഫോം അടക്കമുള്ള എല്ലാം വന്നിട്ട് ഒരു 10-14 പാരാമീറ്റേഴ്സ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ക്യാമ്പയിൻ ആണ് ഞാൻ സംഘടിപ്പിക്കുന്നത്. അതിന് ഞാൻ ചാർജ് ചെയ്യുന്നത് 800 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ പല ഭാഗങ്ങളിലേക്കും ഞങ്ങളുടെ ഈ ടെക്നീഷ്യന്മാർ ഇങ്ങനെ യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെ വെള്ളം കളക്ട് ചെയ്ത് വരും. അതെല്ലാം നമ്മുടെ ഓഫീസിലേക്ക് എത്തിച്ചു തരാൻ പറ്റുന്നവർക്ക് എത്തിച്ചു തരാം, അതെല്ലാം കൊറിയർ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. 800 രൂപയ്ക്ക് നമുക്കൊരു 14 പാരാമീറ്റേഴ്സ് വെള്ളം നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ടെസ്റ്റ് ചെയ്തിട്ട് ആ വെള്ളത്തിന്റെ പ്രോബ്ലം മനസ്സിലാക്കാം. വളരെ ഗൗരവമുള്ള വിഷയമാണ്. നമ്മൾ എത്രയോ കാശ് വെറുതെ അനാവശ്യമായിട്ട് നമ്മൾ ചിലവാക്കി കളയുന്നു. നമ്മൾ കുടിക്കുന്ന വെള്ളം പരിശോധിച്ച് നോക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട, അത് എന്ത് സോഴ്സ് തന്നെ ആയിക്കോട്ടെ. അപ്പോൾ ഇന്ന സോഴ്സിന് കുഴപ്പമില്ല, ഞാൻ വർഷങ്ങളായിട്ട് കുടിച്ചുകൊണ്ടിരിക്കുന്ന, പല ആൾക്കാരും അങ്ങനെയൊക്കെയാണ് പറയുക, വർഷങ്ങളായിട്ട് കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും, കുഴപ്പമില്ല. പക്ഷേ വെള്ളം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വെള്ളത്തിൽ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം, ഇപ്പോൾ ഞാനൊക്കെ കാണുന്ന ഒരു ദിവസം ഒരു 10 റിസൾട്ട് കണ്ടാൽ അതിൽ 9 എണ്ണത്തിലും ഈ ബാക്ടീരിയ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരു വെള്ളം ടെസ്റ്റ് എന്തായാലും നടത്താം എന്നുള്ളതാണ്. അപ്പോൾ ആ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ എല്ലാവരും താല്പര്യമുള്ളവർ നമ്മുടെ വാട്സപ്പിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് അയച്ചു തന്നാൽ മതി. അതിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ കോൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഭാഗം ആയിട്ട് നിങ്ങൾ എല്ലാവരും ഉണ്ടാവും. ആരോഗ്യം വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ വെള്ളം പരിശോധിക്കാതെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ വലിയ മണ്ടത്തരമാണ് കാണിക്കുന്നത്. അപ്പോൾ അത് നമുക്കൊരു മാറ്റം വരുത്തണം. ഓക്കെ, എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊള്ളുന്നു.